ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് ഹോം വേൾഡ്. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തി ആയിട്ടാണ്. അടിപൊളി ചമ്മന്തിയാണ്, ഉപ്പുമാങ്ങ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഞാൻ എപ്പോഴും തന്നെ വീട്ടിൽ തയ്യാറാക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ഉപ്പിലിട്ട മാങ്ങയാണ്. ഇത് ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ്, പക്ഷെ ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വർഷം മാങ്ങ ഉപ്പിലിടുമ്പോൾ എന്തായാലും വീഡിയോ പിടിച്ചിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇത് നന്നായിട്ട് അലന്ന് വന്നിരിക്കുന്ന മാങ്ങയാണ്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് തേങ്ങ, ഫ്രഷ് തേങ്ങ തന്നെ എടുക്കണം. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് തേങ്ങയാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇനി അടുത്തത് ഉള്ളി, ചെറിയുള്ളി നമ്മൾ എത്ര ചേർത്താലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ കാന്താരി, എപ്പോഴും പച്ചമുളകിനേക്കാൾ ടേസ്റ്റ് ചമ്മന്തിക്ക് കാന്താരിയാണ്. ഇപ്പോൾ എല്ലാ മാർക്കറ്റുകളിലും നമുക്ക് അവൈലബിൾ ആണ്. ഒരു കഷ്ണം ചെറിയ ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ മാങ്ങയ്ക്കനുസരിച്ച് എടുക്കണം. തേങ്ങ ഒരുപാടായിട്ടുണ്ടെങ്കിൽ ആ മാങ്ങയുടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നില്ല. അപ്പം മാങ്ങ ചേർക്കുമ്പോൾ എപ്പോഴും തേങ്ങയുടെ അളവിന് തന്നെ ചേർക്കാം. അടുത്ത് നമുക്ക് കാന്താരി ചേർക്കാം. കാന്താരി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കാന്താരി ചേർക്കുന്നത് നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടുത്ത് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി, ഞാൻ എപ്പോഴും ചെറിയുള്ളി കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ, ഇതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, വേറെ ഒരു ഓയിലും ഉപയോഗിക്കാതിരിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാടങ്ങ് അരയ്ക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയ്ക്കണം എന്നുള്ളവർക്ക് അരച്ചെടുക്കാം, പക്ഷേ എനിക്ക് ആ ഒരു ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഉപ്പിലിട്ടിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ മിക്സിയിൽ ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഞാൻ ഇട്ടിട്ട് ഇച്ചിരി ഒത്തിരി ആയി. അപ്പോൾ ഇത് നന്നായിട്ട് അലന്ന് വന്നിരിക്കുന്ന മാങ്ങയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് യോജിപ്പിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുന്നത് എപ്പോഴും അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അരയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും ഒരു നാടൻ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ അമ്മിക്കല്ലിൻ്റെ ഒരു കൊത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മിക്സിയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അമ്മിക്കല്ലൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാം, അത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തേങ്ങ നമുക്ക് അധികമായിട്ട് തോന്നിക്കണ കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ മാങ്ങ ഉള്ളതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ഒരു മാങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ മുക്കാൽ മുറിയോളം ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറിയ തേങ്ങയായിരുന്നു. അതിന് വേണ്ടിയിട്ട് 2 മാങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് മാങ്ങയുടെ ഇതൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കാം, കാരണം നമ്മൾ ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് അധികം ഉപ്പൊന്നും ചേർക്കേണ്ടി വരില്ല. ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം മാങ്ങയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ വെള്ളം ഇങ്ങനെ ഊറി വരുന്നത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ കാന്താരിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ കൂടി ഇങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല്. ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ണാൻ തന്നെ തോന്നും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഉറപ്പ് പറയുകയാണ്, കാരണം ഇത് ഈ ഒരു കറി, ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചോറിന് വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഹസ്ബൻഡിന് ജോലിക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുത്ത് വിടാറുമുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്, ഞങ്ങളെല്ലാവരും കഴിക്കാറുമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.